Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 6 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. സോ പ്രോബ്ലം പേപ്പർ ആണ് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ദെൻ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കുറച്ചൊരു ഫേവർ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ 10 ചോദ്യങ്ങളിൽ ചില സമയത്ത് ഒരു 5 പ്രോബ്ലംസ് 5 തിയറി, അല്ലെങ്കിൽ 6 തിയറി 4 പ്രോബ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് റെഗുലർ ക്ലാസ് ഒന്നും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ജോലിക്ക് പോയി പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് പ്രോബ്ലം പഠിച്ച് അവസാനിപ്പിക്കാനുള്ള സമയമില്ലെങ്കിൽ തിയറി വെച്ചെങ്കിലും പാസ്സായിക്കോട്ടെ എന്ന് വെച്ചിട്ട് തിയറി ഓപ്ഷൻസും അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പ്രപ്പോർഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നുകിൽ 6:4, 6 തിയറി 4 പ്രോബ്ലം, അല്ലെങ്കിൽ 5 തിയറി 5 പ്രോബ്ലം. ദെൻ നിങ്ങൾക്ക് എങ്ങനെ പോയാലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. കാരണം പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്ത് അത് ശരിയാവുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ദെൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, കറക്റ്റ് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താലും ചെറിയൊരു മാർക്കാണ് അവർ കുറയ്ക്കുക. വലിയ തെറ്റുകൾ വന്നാലാണ് മാർക്ക് മൊത്തം പോകുള്ളൂ. ഓക്കെ, ദെൻ തിയറി ആണെങ്കിൽ കറക്റ്റ് പോയിന്റ് എഴുതിയാൽ മാത്രമേ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് സബ്ജക്റ്റോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പേപ്പർ അതിലൊക്കെ നമ്മൾ നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യണ പോലെ എഴുതി വെക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇത് എപ്പോഴും മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്നാ പിടിച്ചോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, QT, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നിർബന്ധമായും പഠിക്കുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു ചോദ്യം. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ 3 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ 3 ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും തിയറി പ്രോബ്ലം കമ്പൽസറി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് 3 വരുന്നതിൽ ആദ്യത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത് പോയിസോൺ, മൂന്നാമത് നോർമൽ. സോ നിങ്ങൾ നിർബന്ധമായും ഈ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോപ്പർട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിനെ പറയും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ 3 ഡിസ്ട്രിബ്യൂഷനിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും. നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. ഞാൻ കൂടുതൽ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നത് ബൈനോമിയലോ അല്ലെങ്കിൽ നോർമലോ ഇതിലേതെങ്കിലും ആവാം, അല്ലെങ്കിൽ പോയിസോണും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം എന്താണ് സാധാരണ ടൈപ്പ് പ്രോബ്ലം. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നോ പോയിസോണിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 2 പ്രോബ്ലം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഫിറ്റിങ് വരുന്നത് essayക്കാണ്. പിന്നെ യൂഷ്വൽ സാധാരണ ടൈപ്പ് പ്രോബ്ലം 1 or 2 വരാം. 3 ഡിസ്ട്രിബ്യൂഷനിലത്തെ ഏതെങ്കിലും 2 എണ്ണം വരെ പ്രോബ്ലം ഒരു തിയറിയും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 15 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണത്. ദെൻ ഇതിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു essayക്ക് പോകുമ്പോൾ 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ essayക്ക് ഇടാം തിയറി ആയിട്ട്. ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് essayക്ക് വരാം. അല്ലെങ്കിൽ പ്രോബ്ലം ഫിറ്റിങ് 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു ഫിറ്റിങ് നമുക്ക് essayക്കും പ്രതീക്ഷിക്കാം. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഉള്ള സജഷൻ. ഇനി അതിനുശേഷം മറ്റൊരു തിയറി ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ഹൈപ്പോത്തസിസ് എന്താണ്?
അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എറേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. എറേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അതിൽ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, അല്ലെങ്കിൽ എപ്പോഴാണ് ടൈപ്പ് 1 എറർ എന്ന് പറയാം, എപ്പോഴാണ് ടൈപ്പ് 2 എറർ, അപ്പോൾ ആ തിയറി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് പാരാമെട്രിക് ടെസ്റ്റുകളുണ്ട്. മെട്രിക് ടെസ്റ്റുകൾ 3 മെയിനായിട്ട്. സെഡ് ടെസ്റ്റ്, ഞാൻ സെഡിന് എഴുതണല്ലോ, ടി ടെസ്റ്റ്, പിന്നെയുള്ളത് എഫ് ഉണ്ട്. അപ്പോൾ ഈ 3 ടെസ്റ്റിൻ്റെയും യൂസസ്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ യൂസസ് നമുക്ക് എക്സാമിന് 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ നോൺ പാരാമെട്രിക്കിലോട്ടൊക്കെ പോകുമ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റ് ഒരെണ്ണം, കൈ സ്ക്വയർ, അതിൻ്റെ പ്രോബ്ലം വരാം, അതല്ലെങ്കിൽ തിയറി വരാം. കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ പ്രോബ്ലം വരാം, കണ്ടിൻജൻസി ടേബിൾ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് തിയറിക്കും നോക്കി വയ്ക്കുക. ഓക്കെ, അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ കൈ സ്ക്വയറിൻ്റെ പ്രോബ്ലം നോക്കണം, അതുപോലെ തന്നെ അതിൻ്റെ തിയറിയും കാര്യങ്ങളും നോക്കണം കേട്ടോ. ഈ നോൺ പാരാമെട്രിക്കിൽ ഇപ്പോൾ റാങ്ക് ടെസ്റ്റുകളുണ്ട്, എച്ച്, മാൻ, വൈ, ടി, യു ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യവും വരാം. നിങ്ങൾക്ക് ടൈമിൻ്റെ ബേസിൽ നോക്കി വയ്ക്കുക കേട്ടോ. റാങ്ക് സം ടെസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ഇത് ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മതി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കോറിലേഷൻ റിഗ്രഷൻ. സോ ഇതിൽ നിന്ന് മാറി മാറി ചോദ്യങ്ങൾ വരുന്നതാണ്. സോ കോറിലേഷനെ റിലേറ്റ് ചെയ്തുള്ള തിയറിയും വരാം, അതിൻ്റെ പ്രോബ്ലം വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തിയറി ഉള്ളത് യൂസസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, ടൈപ്സ്, ഇത്ര കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് വരാം. പിന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, 2 ടൈപ്പ് പ്രോബ്ലംസ്. ഒരെണ്ണം കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതല്ലെങ്കിൽ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ റാങ്ക് കോറിലേഷനിൽ നിന്നോ അല്ലെങ്കിൽ കാൾ പിയേഴ്സിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ നിന്നോ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം, പിന്നെ കോറിലേഷൻ്റെ തിയറി. ചില സമയത്ത് എസ്സിക്കും വരാറുണ്ട് കോറിലേഷൻ്റെ തിയറി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ 2 എണ്ണത്തിൻ്റെ പ്രോബ്ലം നോക്കണം, 2 ഈ പറഞ്ഞ തിയറി നോക്കണം. നമുക്ക് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് റിഗ്രഷൻ. കൂടുതൽ എക്സാമിന് ഞാൻ പ്രതീക്ഷിക്കുന്ന എസ്സേക്കാണ്. പിന്നെ റിഗ്രഷൻ 2 ടൈപ്പിലുണ്ട്. ഒരെണ്ണം സാധാരണ ടൈപ്പ്, അതാണ് കൂടുതൽ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത്. അതല്ലാണ്ട് പ്രോബ്ലം വരുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും തന്നിട്ട് y on x-ഉം x on y-യും കണ്ടുപിടിക്കാനുള്ളതുണ്ട് പ്രോബ്ലം. അത് 5 മാർക്കിന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ തിയറി നോക്കണം, പ്രോബ്ലം നോക്കണം. പിന്നെ ഇതിലൊരു ചോദ്യം കൂടി ഉള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം, അതും വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷൻ വേഴ്സസ് റിഗ്രഷൻ തിയറി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഏരിയാസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 7ാമത്തെയും 8ാമത്തെയും കോറിലേഷൻ റിഗ്രഷൻ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഇനി ലാസ്റ്റ് ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് എസ്സേ ഒരെണ്ണം വരുന്നു. ഞാൻ അതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്, SQCയുടെ. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ കൂടുതൽ എസ്സേക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് യൂണിറ്റിൽ ബ്ലോക്ക് നമ്പർ 4 കൺട്രോൾ ചാർട്ട്സ് ഉണ്ട്. അതിൻ്റെ യൂസസ് വേണമെങ്കിൽ 5 മാർക്കിൻ്റെ വരാം. യൂസസ് ഓഫ് കൺട്രോൾ ചാർട്ട്സ്, സ്റ്റെപ്സ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ പ്രോബ്ലമായിട്ട് കോറിലേഷൻ റിഗ്രഷൻ വരാം, ഡിസ്ട്രിബ്യൂഷനിലത്തെ പ്രോബ്ലംസ് വരാം, ഓക്കെ, കൈ സ്ക്വയർ വരാം. ഇതൊക്കെയാണ് പ്രോബ്ലംസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. തിയറി ആയിട്ട് ബാക്കിയുള്ള ഏരിയാസ് പറഞ്ഞത്. അപ്പോൾ നമ്പർ 1 ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ദെൻ നെക്സ്റ്റ് 3 ഡിസ്ട്രിബ്യൂഷൻ നിർബന്ധമായും അതിൻ്റെ തിയറി പഠിക്കുക, പ്രോബ്ലം പഠിക്കുക.
5 മാർക്കിൻ്റെ അല്ലേ സാധാ കാൽക്കുലേഷൻ ഇൻക്ലൂഡ് ചെയ്തുള്ള പ്രോബ്ലംസ്. പിന്നെ എസ്ഐക്ക് ഫിറ്റിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഹൈപ്പോത്തസിസ് എന്താണ്, പിന്നെ എറേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്, ദെൻ പാരാമെട്രിക് ടെസ്റ്റ്, 3 ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ യൂസസ്, കൈ സ്ക്വയറിൻ്റെ പ്രോബ്ലം യൂസസ്, റാങ്ക് സം ടെസ്റ്റ് അതിൻ്റെ തിയറി, പിന്നെ കോറിലേഷൻ റിഗ്രഷൻ അതിൻ്റെ തിയറി, 2 പ്രോബ്ലംസ്, റിഗ്രഷൻ്റെയും പ്രോബ്ലംസ്, കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്, SQC അതുപോലെ തന്നെ കൺട്രോൾ ചാർട്ട്സിൻ്റെ യൂസസ്. ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കുകൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ദെൻ ഫൈനലി ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.